അകത്തേക്ക് നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. നോക്കി എന്ത് തിരക്കാണെന്ന് നോക്കി അകത്തേക്ക് കയറാൻ വേണ്ടി. ടാബ്ലറ്റ് എന്നോട് അലോ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഇത് ബാഗിൻ്റെ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതിൽ എൻ്റെ ബാഗ് അവിടെ ക്ലോക്ക് റൂമിൽ വെക്കേണ്ടി വന്നു. ഒരുപാട് പണിപ്പെട്ടോ ഞാൻ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വല്ലതും കാണുന്നുണ്ടോ നോക്കി, ക്യാമറയിൽ വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. നോക്കി കണ്ടോ, ഫുൾ വൈറ്റ് ആയിട്ടോ. അകത്തേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കിക്കോട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ KJ ഫാൻ ഈജിപ്തിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക. ഈ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് താജ്മഹൽ എന്ന നിർമ്മിതിയും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ട ഇന്ന് ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇറങ്ങി, പിന്നെ ഈ കുറച്ച് നടക്കാനുണ്ട്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂറോളം നടക്കാനുണ്ട്. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, നടക്കുന്ന വിശേഷങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ ഏരിയകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കവർ ചെയ്യും. ഒപ്പം താജ്മഹലും ഇന്ന് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡും കൂടി കഴിക്കണം. അപ്പോൾ അതിനോട് വേണ്ടിയിട്ട് കൂടിയാണ് പോണത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഭക്ഷണം കഴിക്കാനായിട്ട് സിറ്റി ഏരിയയിലേക്കൊന്നുമല്ല പോകുന്നത്. ഏറ്റവും ലോക്കൽ ഏരിയയിൽ എവിടെയാണോ കിട്ടുക ആ ഭക്ഷണം ആയിരിക്കും പ്രധാനമായിട്ട് ഇന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് വൃത്തിയൊന്നുമില്ല, കാരണം പ്രധാനപ്പെട്ട റെസ്റ്റോറൻറ്റുകളും കാലിലൂടെയൊക്കെ പോകുമ്പോൾ അവിടെ ഭയങ്കരമായിട്ട് എക്സ്പെൻസീവാണ് നമുക്കിവിടെ. അപ്പോൾ എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും എക്സ്പെൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് കയ്യിലിരിക്കുന്ന ഫണ്ട് വളരെയധികം കുറവാണ്. അപ്പോൾ ഇന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ പരമാവധി സ്ഥലങ്ങളിലേക്ക് കവർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇതാണ് ഇപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലേക്ക് നമ്മൾ ചെല്ലണത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് കട്ട് ചെയ്യണം നമ്മൾ. റൈറ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ മെയിൻ റോഡിലോട്ടേക്ക് ചെല്ലും. മെയിൻ റോഡിൽ നിന്ന് അവിടെ നിന്ന് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന താജ്മഹലിലേക്ക് എത്തും കേട്ടോ. ഇപ്പോൾ നടക്കുകയാണ്. ഇവിടുത്തെ നിരവധി കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏരിയകളിൽ. നമുക്ക് ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ 2-3 ലെയർ ഡ്രസ്സാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അകത്തൊരു ബനിയൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അകത്ത് വേറൊരു ജാക്കറ്റ്, അതിൻ്റെ പുറമെ ഒരു ഫുഡിങ് കൂടി ഇട്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്ര വലിയ ഇത്രയധികം ഡ്രസ്സ് ഇടാനുള്ള തണുപ്പുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഡ്രസ്സ് ഇടാനുള്ള തണുപ്പൊന്നുമില്ല. പക്ഷേ ഇനി എങ്ങാനും, കാരണം നമ്മൾ വൈകുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഇവിടെ ഒരു 4 മണിക്ക് ശേഷം മഞ്ഞ് വീണു തുടങ്ങും. മഞ്ഞിൻ്റെ സെൻസ് തണുത്ത് ഇതായി തുടങ്ങും. അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ 10 മണി 9 കഴിഞ്ഞു, 10 മണിയോട് അടുക്കുകയായി. അപ്പോൾ ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട് ഇവിടെ. അപ്പോൾ ഉച്ച സമയത്തൊക്കെ ഏകദേശം തണുപ്പ് വളരെയധികം കുറവായിരിക്കുള്ളൂ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉള്ളതിനേക്കാളും തണുപ്പ് വളരെയധികം കുറവായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വൈകിട്ട്, അതായത് ഉച്ചയ്ക്ക് ശേഷം ഒരു 4 മണിക്ക് ശേഷമൊക്കെ ആയി കഴിയുമ്പോഴത്തേനും തണുപ്പ് ഭയങ്കര തണുപ്പാണ് ഇവിടെ. നമുക്ക് നൈറ്റൊക്കെ ഒന്നും നിൽക്കാൻ പറ്റാത്തത്ര തണുപ്പ് നമുക്ക് ഇവിടെ അനുഭവപ്പെടും. അപ്പോൾ ഞാൻ വൈകുമോ എന്നുള്ളത് അറിയില്ല. വൈകുവാണെന്നുണ്ടെങ്കിൽ ആ തണുപ്പിനെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ലെയർ ഇതിട്ടേക്കണം കേട്ടോ. അത്യാവശ്യം തണുപ്പുണ്ട്. ഇപ്പം നമ്മൾ നേരെ ചെല്ലാൻ പോകുന്നത് ആ ഒരു പർട്ടിക്കുലർ ജംഗ്ഷനിലേക്കാണ് ചെല്ലണത്. ഞാൻ ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. എന്നിട്ട് അപ്പോൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള എന്തെങ്കിലും പരിപാടി നോക്കണം. എന്നിട്ട് എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. റേറ്റൊക്കെ ഭയങ്കര കൂടുതലാണെങ്കിൽ ഒന്നും നടക്കൂല. ഭക്ഷണം കഴിക്കാനുള്ളത് എന്തെങ്കിലും ചെയ്യണം. അതൊന്ന് കയറി നോക്കണം എവിടെയെങ്കിലും എന്തോന്നുള്ളത്. ഇവിടെ ഒന്ന് കടയിൽ നിന്ന് കയറി നോക്കാം, ഷോപ്പിലൊന്ന് കയറി നോക്കാം. എന്താ സൈറ്റൊക്കെ നോക്കി. നൂഡിൽസ്, കർഡ്, റൈസ്. രാവിലെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ആലു പൊറോട്ടയും പിന്നെ അതേപോലെ തന്നെ ടീയും ഞാൻ ഓർഡർ ചെയ്തിട്ടാ. എക്സ്പെൻസ് എത്രയാണ്? ആലു പൊറോട്ടയ്ക്ക് 90 രൂപയാണ് ഇവിടെ എക്സ്പെൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ടീക്ക് 20 രൂപയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്.
അപ്പോൾ മൊത്തം 110 രൂപ. ബ്രേക്ക്ഫാസ്റ്റ് 110 രൂപ ഉണ്ട് ഇവിടെ. ഒന്നും പറയാൻ പറ്റത്തില്ല, ഇത്രയധികം എക്സ്പെൻസ്. ഇതാണ്ട് ഭക്ഷണമാണ്. ഇതാണ് ആലു പൊറോട്ട, അതേപോലെ ടീ, പിന്നെ ചട്നി, അച്ചാർ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബട്ടറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ്ട് 110 രൂപ മൊത്തം. പിന്നാണ് ഇത് രാവിലത്തെ ഭക്ഷണങ്ങൾ. ഫുഡ് കഴിച്ചിറങ്ങി. കുഴപ്പമില്ലാത്ത ഭക്ഷണമായിരുന്നു കേട്ടോ, കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇവിടെ എല്ലായിടത്തേ ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് കുപ്പിയിലേ കിട്ടത്തുള്ളൂ. അതെ, സെപ്പറേറ്റ് നിങ്ങൾക്ക് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. ബ്രെഡ് കടയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, പലർക്കും. ഇങ്ങനത്തെ ഒരു കട ഞാൻ നോക്കി കിടക്കുമായിരുന്നു. കാരണം ഞാൻ പ്രധാനമായിട്ട് കഴിക്കുന്നത് ബ്രെഡും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുനടക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് വേറെ എക്സ്പെൻസ് ഒന്നും ഞാൻ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെയാണ് ഇങ്ങനത്തെ ഒരു അഡീഷണൽ ചിലവ് എനിക്ക് വന്നത്. അപ്പോൾ ഇനി നല്ല ഇങ്ങനത്തെ ലോക്കൽ ഏരിയകളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ച് ഭക്ഷണം കഴിക്കണം. ഇവിടെയൊക്കെ ഭക്ഷണശാലകളുണ്ട് ഇവിടെ. ഇവിടെ ഏരിയകളിലൊക്കെ ഭക്ഷണശാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ട്. ജിമ്മിലൊന്ന് കയറണം, ജിമ്മിൽ കയറി വണ്ടി ഒരുപാട് ട്രാവലേഴ്സ് വരുന്നുണ്ട് ഈ ഭാഗത്തൊക്കെ. പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഈ ഇലക്ട്രിക് വണ്ടികളിലേക്ക് പോകുന്നതാണെങ്കിൽ ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് ചിലവ് വളരെയധികം കുറവായിരിക്കും നമുക്ക് കിട്ടിയാൽ. പ്രധാനപ്പെട്ട ജംഗ്ഷനിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ഫോർട്ടൊക്കെ ATM. അങ്ങനെ ATM തപ്പി ഇവിടുത്തെ ആദ്യം കയറി ATMിൽ ഈ ക്യാഷ് ഉണ്ടായില്ല. ഈ ICICIയിലൊന്ന് കയറി നോക്കണം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് എക്സ്പെൻസ്, ടിക്കറ്റിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം അതുകൊണ്ട് വേണ്ട. ATMിലുണ്ടെന്ന് ഇപ്പോൾ ICICIയിൽ കയറി അവിടെ ഒന്നും ക്യാഷിലിട്ട, ക്യാഷൊക്കെ ഫുള്ള് ഇതായിട്ടിരിക്കും. ഇനി അടുത്തതിന് ATMിൽ കയറി നോക്കണം ക്യാഷ് എടുക്കാനൊക്കെ. നിരവധിയായിട്ടുള്ള ഈ സ്റ്റേഷനറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇവിടെ വിൽക്കുന്ന കടകളൊക്കെ കേട്ടോ. ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. താജ്മഹൽ 1 കിലോമീറ്റർ നേരത്തെ കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നേരെ താജ്മഹലിലേക്കാണ്. പിന്നെ അവിടെ നിന്ന് നടന്ന് പോവാം. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നമ്മൾ. അപ്പം അതുകൊണ്ടിട്ട് വേറെ വണ്ടികളൊന്നും വിളിക്കുന്നില്ല. ഇനി നടന്ന് പോകാമെന്നുള്ളതാണ് പ്ലാൻ. ഇന്നത്തെ പ്ലാൻ അതാണ്. പരമാവധി നടക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ സമയം നോക്കിയിട്ട് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ വിളിക്കാമെന്നുള്ള പ്ലാനാണ്. അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. അതായത് കുതിര വണ്ടികളും കാര്യങ്ങളും ഇഷ്ടംപോലെ ഇവിടെ കാണാൻ പറ്റും. ചോദിക്കും നമ്മളോട്, ഇങ്ങനെ ചോദിക്കും നമ്മൾ പോകണോ അല്ലെങ്കിൽ അവിടെ പോകണോ ഇവിടെ പോകണോ എന്നൊക്കെ നമ്മളോട് ചോദിക്കും. ഇതൊക്കെ ഇലക്ട്രിക് വണ്ടികളാണ് കേട്ടോ. ഇതൊക്കെ ബൈക്കിൻ്റെ. ഞാൻ അകത്തോട്ടേക്ക് എനിക്ക് കയറണം കേട്ടോ. പോലീസ് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് കയറാം. ചീത്തകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തന്നെ, എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എന്നൊക്കെ കുറേ സെക്യൂരിറ്റി റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഓരോ അവർ ചോദിക്കും നമ്മളോട്, ഇങ്ങനെ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് പോകാം എന്നൊക്കെ വന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ആഗ്രയിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി ഏകദേശം ഇതിനോട് നമുക്ക്, അതായത് നടന്നെത്താവുന്ന ദൂരത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ എവിടെയെങ്കിലോ അല്ലെങ്കിൽ ആ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റേ അറേഞ്ച് ചെയ്യാം. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നടന്ന് വരാനുള്ള ദൂരമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു എക്സ്ട്രാ എക്സ്പെൻസ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആകെ എക്സ്പെൻസ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യേണ്ടത് ടിക്കറ്റിൻ്റെ എമൗണ്ടും വേണ്ടി മാത്രമാണ് നിങ്ങൾ എക്സ്പെൻസ് നോക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. കാരണം ഇതെല്ലാം കണക്റ്റഡ് ആണ്. എല്ലാം നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാ സൈറ്റുകളായിക്കോട്ടെ എല്ലാം കണക്റ്റഡ് ആണ് കേട്ടോ. നമ്മൾ നടന്നു നോക്കുമ്പോൾ ഈ വഴിയരികളിലൊക്കെ ഇതേപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. ഇതേപോലെ ഇനി നമ്മൾ നേരെ നടന്നു പോകുന്ന ഇത് താജ്മഹലിലേക്കാണ് നടന്നു പോകുന്നത്. ഈ വഴി നേരെ നടന്നു ചെല്ലുന്ന അങ്ങോട്ടേക്കാണ്. നിരവധിയായിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ
ഹോട്ടലുകൾ, ഇതിനോട് അനുബന്ധിച്ച് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എൻട്രിയിൽ ഞാൻ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തോട്ടോ. ഇപ്പോൾ 45 രൂപയാണ് എനിക്ക് ടിക്കറ്റ് വന്നത്. മ്യൂസിയത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്യാഷ് വരും, കാരണം മ്യൂസിയം. അപ്പോൾ നമ്മളിവിടെ ഇനി ക്യൂ നിന്നിട്ട് അകത്തോട്ട് കയറണോട്ടോ ഇങ്ങനെ നോക്കിയിട്ട്. ഈ ബാഗ് എവിടെയെങ്കിലും നമുക്ക് ലോക്കർ സിസ്റ്റം എവിടെയെങ്കിലും ഉണ്ടാകുന്ന അന്വേഷിക്കണം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ. നമ്മൾ എൻട്രി ഈസ്റ്റ് ഗേറ്റ് എൻട്രിയിലേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് എൻട്രി ചെയ്യണം. ഇവിടെ ബാഗ് എവിടെയെങ്കിലും വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ബാഗ് ഇവർ അകത്ത് കയറ്റില്ലെങ്കിൽ പണിയാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ലോക്കർ സിസ്റ്റം ഉണ്ടാകുന്ന ഇവിടുത്തെ പോലീസുകാരോട് ചോദിക്കേണ്ടി വരും. അല്ലാതെ വേറെ ഒന്നും വൃത്തിയില്ല. നോക്കട്ടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ. അകത്തേക്ക് നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. നോക്കി എന്ത് തിരക്കാണെന്ന് നോക്കി അകത്തേക്ക് കയറാനായിട്ട്. ഇവിടെ നമ്മൾ ഇനി ഇത് ബാഗ് ഇവിടെ കയറ്റാൻ പറ്റില്ലെങ്കിൽ ഇവിടെ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. ബാഗ് ക്ലോക്ക് सर क्लॉक रूम है ना? क्लॉक रूम पहले अंदर से आइए. अंदर से आना. അകത്തി കൂടി വന്നു ആദ്യം. അയ്യോ ഭയങ്കര സംഭവമായിട്ടത്. ഇത്രയും പേര് ക്യൂ നിന്നിട്ട് ഞാൻ ഇനി അകത്തോട്ട് കയറണം. ക്യൂ നിൽക്കല്ലാണ്ട് വേറെ ഒന്നും വൃത്തിയില്ല. ഇതിലെവിടെയെങ്കിലും ക്യൂ നിൽക്കട്ടെ. ആസ് എ ഫോറിനർ സാർ ജനറൽ ഇവിടെയാണ്. ജനറൽ ടിക്കറ്റ്സ് ഇവിടെയാണ് കേട്ടോ നമ്മൾ നിൽക്കണ്ടേ. ജെൻസിനപ്പുറം, ജെൻസിന് ഈ സൈഡും ഗേൾസിന് അപ്പുറത്തെ സൈഡും കേട്ടോ. ടിക്കറ്റ് റേറ്റ് വരുന്നത് ഫോറിനേഴ്സിന് 1100 രൂപ തൊട്ട് 1300 രൂപ വരെ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ സിറ്റിസണില്ലേ മറ്റേ ബിംസെക്കും അതേപോലെ ഉള്ള സാർക്ക് കൺട്രീസുകളിൽ നിന്ന് വരുന്ന സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 540 രൂപ തൊട്ട് 740 രൂപയാണ്. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺ വരുന്നത് നമുക്ക് വരുന്നത് 50 രൂപ തൊട്ട് 250 രൂപയാണ്. അതിനകത്ത് 50 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് താജ്മഹൽ മാത്രം കാണുക എന്നുള്ളതാണ്. മ്യൂസിയം കൂടി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ 200 രൂപയും കൂടെ എക്സ്ട്രാ കൊടുക്കുന്നത്. അതാണ് 250 രൂപ വരുന്നത്. 250 രൂപയും കൂടി വരുന്നത് അങ്ങനെയാണ് കേട്ടോ ഇന്ത്യൻ സിറ്റിസൺസിന്. ബാക്കിയുള്ളവർ അങ്ങനെയാണ്. ഇപ്പോൾ ഈ 200 രൂപയാണ്. അപ്പോൾ ടോട്ടലി നമുക്ക് മ്യൂസിയം കാണുന്നുണ്ടെങ്കിൽ 200 രൂപയാണ് അവിടെ ഫീസായിട്ട് അവർക്ക് നൽകേണ്ടത്. പിന്നെ അകത്തോട്ട് കയറിയിട്ട് ക്ലോക്ക് റൂമിൽ വെക്കണം ബാഗ്. എന്നിട്ട് വേണം അകത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. ഭയങ്കര തിരക്കാണ്ടാവും. നിങ്ങൾ നോക്കി ദൂരം പേരാണെന്ന് നോക്കി. ഇന്ത്യക്കാരുണ്ട്, അതേപോലെ തന്നെ ഫോറിനേഴ്സും ഉണ്ട് തിരക്കിൽ. ഇത്രയും പേരാണ് കേട്ടോ അകത്തോട്ട് ഇനി കയറണ്ടേ. അയ്യപ്പോൾ ഇതിനകത്തോട്ട് കയറണം. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തവർക്കാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നു. അല്ലാത്തവർക്ക് എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ. അകത്തോട്ട് കയറിയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ പറയാം. അത് അകത്തോട്ട് കയറാൻ പോകേണ്ട താജ്മഹലിൽ ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് കണ്ടിട്ട് ഞാൻ ബാഗ് കൊണ്ടുവന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ക്ലോക്ക് റൂമിൽ കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ ടാബ്ലറ്റ് ഇപ്പം എൻ്റെ കയ്യിൽ തന്നെ പിടിക്കേണ്ട അവസ്ഥ കണ്ടോ. ടാബ്ലറ്റ് എൻ്റെ കയ്യിൽ തന്നെ പിടിക്കേണ്ട അവസ്ഥയൊക്കെ വന്നു കേട്ടോ. അത് ലാപ്ടോപ്പും മൊബൈൽസും കാര്യങ്ങളൊക്കെ ഒന്നും അവർ ഇത് ചെയ്യില്ല. ഇപ്പോൾ ടാബാണെന്ന് പറഞ്ഞപ്പോൾ ടാബ് അലൗഡാണ്, അകത്തോട്ട് അലൗഡാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് കൈ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്തോട്ട് കയറാൻ പോകണ്ടോ നമ്മൾ. അപ്പോൾ എൻട്രിയിലേക്ക് ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ അകത്തോട്ട് കയറണമെങ്കിൽ തന്നെ ഒരുപാട് സെക്യൂരിറ്റി. ടാബ്ലറ്റ് അകത്തോട്ട്, ഞാനിപ്പോൾ ടാബ്ലറ്റ് ആയതുകൊണ്ട് മൊബൈൽ തന്നെയാണല്ലോ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൊബൈലിൻ്റെ നമുക്ക് ഷൂട്ട് ചെയ്യാനും അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടിട്ട് ടാബ്ലറ്റ് എന്നോട് അലോ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഇത് ബാഗിൻ്റെ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതിൽ എൻ്റെ ബാഗ് അവിടെ ക്ലോക്ക് റൂമിൽ വെക്കേണ്ടി വന്നു. ഒരുപാട് പണിപ്പെട്ടോ ഞാൻ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഞാനിന്ന് കാണാൻ പറ്റുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവർ എന്തോ ഞാൻ അവരോട് സാർ അവിടുത്തെ CSFIയിലെ സാറുമാരോടൊക്കെ പറഞ്ഞു എല്ലാവരോടും, സാർ ഇങ്ങനെ ഒരു സംഭവം ഇതാണ്, അപ്പോൾ അതുകൊണ്ട് സാർ അലോ ചെയ്യണം പ്ലീസ്, എന്നെ അലോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിത് ചെയ്തു. ഇപ്പോൾ ഞാനിപ്പോൾ ഭയങ്കര കഷ്ടപ്പാടായി പോയി. എൻട്രി കാണുന്നത് കണ്ടോ, ഇത് ഫുൾ ഫോർട്ട് ആണോ. ഇത് അകത്തോട്ട് കയറുന്ന എൻട്രിയാണിത്. ഈസ്റ്റ് ഗേറ്റ് എൻട്രിയാണ് ഇപ്പോൾ ഞാൻ അകത്തേക്ക് വന്നേക്കുന്നത്. പിന്നെ ഇതാണ് ഇതിൻ്റെ താജ്മഹലിൻ്റെ അകത്തോട്ട് കയറുന്ന കോട്ടയുടെ എൻട്രിയാണ്, കവാടമാണ് കാണുന്നത്. അപ്പോൾ അകത്ത് ശരിക്കും ഇതൊരു 4 ദില്ലും കൂടി നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത് നിങ്ങൾ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുമ്പോഴാണ് ആ ഒരു പർട്ടിക്കുലർ എന്താ പറയുക ആ ഒരു
ഈ മാജിക് നിങ്ങൾ കാണാൻ പോകുന്ന ആപ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അല്ലേ അതോ അകത്തേക്ക് താജ്മഹൽ നമ്മൾ നേരെ സന്ദർശിക്കാൻ പോവാണ്. അകത്തേക്ക് അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഇരുട്ടായി. കണ്ടോ സീ ദ മാജിക്. ഇപ്പം നിങ്ങൾ മാജിക് കണ്ടോ? ഇപ്പം വല്ലതും കാണുന്നോ നോക്കി, ക്യാമറയിൽ വല്ലതും കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. ഓക്കെ കണ്ടോ ഫുൾ വൈറ്റ് ആയിട്ടോ. അകത്തേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കിക്കോട്ടോ. അതിൻ്റെ ഒരു നോക്കിക്കോട്ടോ. സീ ദ മാജിക്. അകത്തേക്ക് ഇങ്ങോട്ട് നമ്മുടെ അകത്തേക്ക് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അകത്തേക്ക് ചെല്ലുമ്പോൾ പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കിക്കോട്ടോ. ഓക്കെ വാവ്. അങ്ങനെ വൺ ഓഫ് മൈ ഡ്രീം ഞാൻ ഫുൾഫിൽ ചെയ്തു. കാണാൻ താജ്മഹൽ എന്ന് പറഞ്ഞ സംഭവത്തെ കാണാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. ഓക്കെ എന്താ കൺസ്ട്രക്ഷൻ നോക്കി, എന്ത് നിർമ്മിതിയാണല്ലോ ഇതൊക്കെ. എന്തൊരു തിരക്ക് നോക്ക്, ഇത്രയധികം ഫോറിനേഴ്സും ഇത്രയധികം ആൾക്കാരൊക്കെ ഇതിനകത്തേക്ക് വന്നേക്കുക. ഇഷ്ടം തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കാണ് കേട്ടോ അവിടെ. ഇത് കംപ്ലീറ്റ്ലി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വൈറ്റ് മാർബിൾസ് വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ കവാടത്തിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ആ ഒരു ഇത് ബ്ലർ ഫുള്ളി വൈറ്റായിട്ട് നിൽക്കുകയും അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് ആ ഒരു നിർമ്മിതി പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം അതുകൊണ്ടാണ് കേട്ടോ. അതങ്ങനെ ചെയ്യണമെന്ന് നമ്മുടെ ഷാജഹാൻ പറഞ്ഞ അതാണ്. മുഗൾ സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു നിർമ്മിതിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഒരു കവാടാണ്. ഇത് ചുറ്റുമതിൽ പോലെയാണ്. ഇത് 4 അതിരിൽ ഇങ്ങനെ ചുറ്റുമതിൽ പോലെ ഉണ്ട്. ഇതിനകത്തേക്ക് ഇനി നമ്മങ്ങടെ നടന്ന് ചെന്ന് കഴിയുമ്പോൾ കാണാൻ പറ്റുള്ളൂ. അതൊക്കെ 4 അതിരിലും നമ്മളത് കാണാൻ പറ്റും. ഓരോത്തിനും ഓരോ എൻട്രി. ഇവിടെ ഒരു എൻട്രി, ഇവിടെ ഒരു എൻട്രി, അതിൻ്റെ ബാക്കിൽ ഒരു എൻട്രി ഉണ്ട്. അതേപോലെ ഇതിൻ്റെ ഈസ്റ്റ് എൻട്രിയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത്. കിഴക്കേ അതൊരു എൻട്രിയാണ്. അങ്ങനെ ഒരു ലൈഫിലൊരു ഡ്രീമും കൂടി അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. കാണുന്ന ഒരു തടാകം കണ്ടോ? ഈ തടാകത്തിൻ്റെ സെൻട്രൽ പൊസിഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അങ്ങോട്ട് വന്നിട്ട് താജ്മഹലിന് ചുറ്റും നമ്മളൊരു കറക്കമൊക്കെ കറങ്ങി എന്നിട്ടൊക്കെയാണ് നമ്മൾ വരത്തുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇത് അധിക സമയം കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം ഇത് മാക്സിമം പെട്ടെന്ന് തന്നെ ഈ വീഡിയോയിൽ കവർ ചെയ്യണം, എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ്. ഭയങ്കരമായിട്ട് ഒരുപാട് പേര് എനിക്ക് ഫോട്ടോ എടുക്കാനുണ്ടെന്നുണ്ട്. പക്ഷേ ആരെങ്കിലുമൊക്കെ വന്ന് എടുത്തു തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോൾ തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ അകത്തേക്കിന് പോകാൻ പോയിട്ടുണ്ട്. ഇനി നേരെ മുകളിലേക്ക് ആ മുകളിലെ ഭാഗത്തേക്ക് നടക്കും കേട്ടോ. നമ്മൾ ഞങ്ങളുടെ ചെന്നിട്ട് ഇതിനേക്കൊന്ന് താജ്മഹലിനൊന്ന് വലം വെച്ച് അതൊക്കെ വന്നിട്ട് താജ്മഹലിനൊക്കെ ഒന്ന് വലം വെച്ചിട്ട് നമുക്ക് പോവാം. അതിൻ്റെ വിശേഷം കാര്യങ്ങളൊക്കെ പറയാം. മഹാലിൻ്റെ ഒരു സൈഡാണ് അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്തോട്ട് ഞാൻ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് കയറിയിട്ട് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ പറയാം. ഇപ്പോൾ ഇത് അപ്പുറത്തോട്ട് കാണുന്നത് യമുന നദിയാണ് കേട്ടോ. ഞാനത് മുകളിൽ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഭാഗത്തേക്ക് ഞാൻ അങ്ങോട്ട് ചെല്ലാം. നിങ്ങൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കി, എത്രത്തോളം പൊക്കോണം നോക്കി. ഇതിൻ്റെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അടിത്തറ തന്നെ നോക്കി എത്രത്തോളം പൊക്കത്തിലാണ് പണിതേക്കുന്നത് മനസ്സിലായില്ലേ? ഇതിൻ്റെ അടിത്തറ തന്നെ എത്രത്തോളം പൊക്കത്തിലാണ് പണിതേക്കുന്നത്. ലോകാത്ഭുതങ്ങളിലൊന്നാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നേരിട്ട്. യമുന റിവർ. ഇതിൻ്റെ അരികത്താണ് ഈ കൺസ്ട്രക്ഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ആണോ യമുന റിവറാണ് ഈ പോകുന്നത്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാം. ഭാഗത്തു നിന്നാണ് നമ്മൾ ഇതിനകത്തോട്ട് കയറേണ്ടത് കേട്ടോ. ഞാൻ അകത്തേക്ക് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ പറയാം കേട്ടോ. നമ്മൾ ഈസ്റ്റ് ഗേറ്റിൽ കണ്ട അതേപോലത്തെ ഒരു കൺസ്ട്രക്ഷനാണ്. ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുണ്ട്. 3 സൈഡിലും മതിലാണ് കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ
കൺസ്ട്രക്ഷൻ വരുന്നത്. 3 സൈഡും ഇതേപോലെ തന്നെ എൻട്രിയും ഉണ്ട്. ഇതിൻ്റെ അകത്തേക്ക്, അതായത് ആ കൺസ്ട്രക്ഷനിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാലിൽ ഇപ്പം ഞാൻ ഷൂ ആണ് ഇട്ടേക്കുന്നത്. പിന്നെ ഷൂവിൽ ഇതേപോലത്തെ ഒരു സംഭവം നമ്മൾ ഇട്ടണം. അപ്പോൾ ഇതിന് വേണ്ടി മേടിക്കാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈഡിൽ തന്നെ അത് കിട്ടും. അപ്പോൾ അത് മേടിക്കട്ടെ. ഓക്കെ, ഫൈനലി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി അകത്തേക്ക് കയറണം. ഇതിട്ടിട്ടാണ്ട് ഇനി അകത്തേക്ക് കയറണ്ടേ. അത് നല്ലൊരു പരിപാടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കുകൾ ഒരുപാട് അധികം അകത്തേക്ക് അങ്ങനെ കയറത്തില്ല. ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഈ സാധനം ഇട്ടിട്ട് അകത്തേക്ക് കയറണം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് നടക്കാം. സോറി ഗൈസ്, നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ 200 ഇതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിലാണ് കേട്ടോ നമ്മൾ മറ്റേ മൗസ്ലിയത്തിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ മാത്രമാണ് നമുക്ക് 200 രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇവിടെ വന്നപ്പോഴൊക്കെ അവർ തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു, ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഞാനിത് ഊതി ഇതിനകത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടേണ്ടി വരും. വേറെ നിവൃത്തിയൊന്നുമില്ല. നമ്മൾ ടിക്കറ്റ് എടുത്തേക്കണത് 45-ൻ്റെ എടുത്തേക്കണം. അപ്പോൾ സാധാരണ ടിക്കറ്റ് എടുത്തേക്കണം. അപ്പോൾ അകത്തേക്ക് കയറാൻ പറ്റില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ പറയുന്നത് ഇതിൻ്റെ ഹിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് 1631 ഇതിൻ്റെ കമ്മീഷൻ ചെയ്യുന്നത്. അത് ഷാജഹാനാണ്. 5ാമത്തെ എംപറർ ആയിരുന്നു ഇത്. ഷാജഹാനാണ് ഇത് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം. മുദ്ദാസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് പുള്ളി പണിയേൽപ്പിച്ച ഒരു കൺസ്ട്രക്ഷൻ നിർമ്മിതിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഉയരം എന്ന് പറയണത് 171 മീറ്ററാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. അതായത് ഏകദേശം ഒരു 560 ചില്ലാനും അടി വരും ഇതിൻ്റെ വരുന്നത്. കുത്തമ്പിനാറിനേക്കാളൊക്കെ വലുതാണ് കേട്ടോ അത്. പിന്നെ ഇതിന് പ്രധാന രസകരമായിട്ടുള്ള ഞാൻ പറഞ്ഞു, ആദ്യം വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് ഇതിനകത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഇയർലി കണക്ക് പ്രകാരം 80 ലക്ഷം പേരാണ് ഇവിടെ വന്നു പോകുന്നതെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ചുരുങ്ങിയത് ഒരു ദിവസം 50,000 പേരെങ്കിലും ഇത് വന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഷാജഹാൻ നമ്മളെല്ലാവരും അറിയാം അതായത് ഷാജഹാനും മുംതാസിനോടുള്ള പ്രേമത്തിൻ്റെ സൂചകമായിട്ടാണ് ഇത് തുടങ്ങിയതും കൺസ്ട്രക്ഷൻ ഇതൊക്കെ ചെയ്തതെന്ന് പറയാം. അപ്പോൾ അത് പുള്ളി, അതായത് മുംതാസ് മരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ 14ാമത്തെ ചൈൽഡ് 14ാമത്തെ ചൈൽഡ് അതായത് പ്രസവത്തിൻ്റെ സമയത്താണ് മുംതാസ് മരിക്കുന്നത്. അപ്പോൾ മുംതാസിനോടുള്ള പ്രേമം പുള്ളിക്ക് സാധാരണ പ്രേമമൊന്നും ആയിരുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ സൂചകമായിട്ട് 1631 കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നു. അതേപോലെ തന്നെ അതായത് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സെറിമണി, ഇതിൻ്റെ അകത്ത് നമ്മളറിയാം മുംതാസിൻ്റെ കബറടക്കവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ സെറിമണി നടന്നത് 1643 അതായത് 12ാമത്തെ ഡെത്ത് ആനിവേഴ്സറിക്കാണ്. ഇതിൻ്റെ അകത്തെ നമ്മുടെ ഈ ഡോംബിൽ നമ്മൾ ഈ എന്താ പറയുക, മുഗൾ ഭരണകാലത്ത് ഉണ്ടായിരുന്നതാണ് ഡോംബ് എന്നാണ് പറയുക. അതായത് ഇങ്ങനെ ശവസംസ്കാരങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ഇതുപോലെ മന്ദിരങ്ങൾ പണിയും. അപ്പോൾ അതിനെ ഡോംബ് എന്ന് പറയും. അപ്പോൾ അതിനെ ഡോം അകത്ത് പണിതേക്കുന്നത് 1643 കേട്ടോ. 12ാമത്തെ ഡെത്ത് ആനിവേഴ്സറിക്കാണ് അത് പണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പിന്നെ ആരംഭിച്ചു. ഇതിൻ്റെ പുറത്തുള്ള ഈ പുറംമൂടിയും കാര്യങ്ങളൊക്കെ കൺസ്ട്രക്ഷൻ പിന്നെയും അത് തുടർന്ന് പോവുകയാണ് ഉണ്ടായത്. അത് കംപ്ലീറ്റ് ചെയ്ത് 1653 കാണാം. ഇത് ഒരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലാണ്, ആർക്കിടെക്ചറാണിത്. മുകളിൽ ഒരു ഡോം കണ്ടോ, ഇതേപോലത്തെ ഡോം എല്ലാ മുഗൾ കൺസ്ട്രക്ഷൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ മുകളിൽ ഒരു അർദ്ധഗോളത്തിൻ്റെ ഇതങ്ങനെ വെച്ചിട്ട് ഉള്ളതാണ്. ഇപ്പോൾ 4 അതിരിൽ ഇതേപോലെ തന്നെ ഈ ടവറും കാര്യങ്ങളും കാണാൻ പറ്റും. 4 അതിരിൽ ഇതേപോലെ ടവറുണ്ട്. ഇങ്ങനെയാണ് സാധാരണ ഡോം അവർ മുഗൾ സാമ്രാജ്യ സമയത്ത് അതായത് മുഗൾ എംപയർ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ കൺസ്ട്രക്ഷൻസൊക്കെ ഇങ്ങനെയായിരുന്നു, ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിലായിരുന്നു കേട്ടോ. പിന്നെ കൺസ്ട്രക്ഷൻസൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഇതിന് പ്രധാനമായിട്ട്. പിന്നെ യമുനയുടെ തീരത്താണ് ഇത് പണിയേൽപ്പിച്ചതെന്നുള്ളതും പറയാം. അതൊരു വലിയ ഒരു ഇതാണ്. ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ടിക്കറ്റ്സിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിനെപ്പറ്റി പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പയ്യെ ഇറങ്ങാനുള്ള പ്ലാനാണ്. പിന്നെ അടുത്ത സ്ഥലത്ത് നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ആഗ്രയിൽ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കണമല്ലോ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പിന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതേപോലെയുള്ള ആഗ്ര ഫോർട്ടും അങ്ങനെ കുറച്ച് സ്ഥലങ്ങളായിരിക്കും അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ എല്ലാവരും സ്റ്റേറ്റുമായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ.